ഹലോ, സുഖമല്ല ഓർമ്മ. കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഇംഗ്ലീഷിൽ ഖുത്ബ ചൊല്ലുന്നൊരു പള്ളിയുടെ വീഡിയോ. തിരക്കേട്ടില്ല, അത് റീച്ച് കിട്ടിയ വീഡിയോ കണ്ടത്. നമ്മുടെ ഗൾഫിലേക്കാളേറെ നാട്ടിൽ ആ വീഡിയോ അത്യാവശ്യം റീച്ചായിരുന്നു. എന്തായാലും ഇന്ന് പുതിയൊരു സംഭവം കാണിച്ചു തരാട്ടോ. ഉറുദുവിൽ ഖുത്ബ ചൊല്ലുന്ന കേട്ടിട്ടുണ്ടോ? ബഹ്റിനിലെ സിത്രയിലുള്ള നാസിൻ്റെ പള്ളിയിലാണ് വെള്ളിയാഴ്ച ഉറുദുവിൽ ഖുത്ബ നടക്കുന്നത്. ഒന്ന് പോയി കണ്ടല്ലോ നമുക്ക്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി. ഇതിൻ്റെ പരിപാലനവും കാര്യങ്ങളൊക്കെ നാസാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നാസിൻ്റെ പള്ളി എന്ന് വിളിക്കുന്നത്. സിത്രയിലുള്ള ഇൻസിറ്റി അറിയാലോ, 100 ഫിൽസ് ടു 2 BDയുടെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ പള്ളിയുള്ളത്. ഇനി ഒരു ലാൻഡ് മാർക്ക് കൂടെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് 10&10ൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത്. പള്ളിയുടെ ഉള്ളിൽ സ്പേസ് ഇത്തിരി കുറവാണ്, ഒരുപാട് ആളുകൾക്കൊന്നും നിൽക്കാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും പള്ളിയുടെ പുറത്ത് അതിനോട് ചേർന്നിട്ടുള്ളൊരു ഹോളിൽ ഒരുപാട് പേർക്ക് നിസ്കരിക്കാനായിട്ട് സാധിക്കും കേട്ടോ. बदतरीन जिंदगी और किसी की नहीं हो सकती। आप मिसाल के तौर पर कारून को ले लें, फिरौन को ले लें, शद्दाद को ले लें, हामान को ले लें और कौम समूद को ले लें। अल्लाह रब्बुल आलमीन ने इन्हें क्या कुछ नहीं दिया था मगर इनके कुफ्र और शिर्क की बुनियाद पर, अल्लाह रब्बुल आलमीन की नेमतों की नाशुक्री की बुनियाद पर अल्लाह रब्बुल आलमीन ने उन सब को हलाकत बर्बाद कर दिया। आज जो भी उनका नाम लेता है बुराई के साथ उन पर लानतें भेजता है और अल्लाह रब्बुल आलमीन के लानत पर नहीं हो सकती। अल्लाह रब्बुल आलमीन ने कुरान मजीद में फरमाया मन अमला सालिहन। നിസ്കാരം തുടങ്ങാനായി വീണ്ടും കാണാം. ബൈ, സി യു, സൈനിങ് ഓഫ്, അജ്മൽ സ്റ്റോറി.